ഹലോ, ഇന്ന് നമുക്ക് വൈറൽ ചോക്ലേറ്റ് ആയിട്ടുള്ള ദുബായ് കുനാഫ ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കുക നോക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ കുനാഫ ഡോ, അതുപോലെ തന്നെ ചോക്ലേറ്റ് കോമ്പൗണ്ട്, പിന്നെ നമുക്ക് ഇതുപോലെ പിസ്തയുടെ സ്പ്രെഡ് വേണം കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാനിത് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതും കുനാഫ ചോക്ലേറ്റ് ട്രൈ ചെയ്ത് നോക്കി. ഈ ഒരു സാധനം റെഡിമെയ്ഡായിട്ട് മേടിച്ചിട്ടുള്ള കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കി നോക്കി കേട്ടോ. എനിക്ക് രണ്ടിലും ഏറ്റവും ടേസ്റ്റ് തോന്നിയത് ഈ ഒരു പിസ്ത സ്പ്രെഡ് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് തന്നെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഇതാണ് കേട്ടോ. അതായത് കുനാഫ ഡോ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. കുനാഫ ഡോ നമുക്കിങ്ങനെ നീളത്തിലായിട്ടാണ് ഉണ്ടാവുക. അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കുക. എന്നിട്ട് ഇതുപോലെ ബട്ടറിൽ, അൺസാൾട്ടഡ് ബട്ടറിൽ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഗോൾഡൻ കളർ ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓവർ റോസ്റ്റഡ് ആയാലും എന്താവും, ഇതിൻ്റെ ടേസ്റ്റ് അപ്പാടെ മാറിപ്പോവും. ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, കഴിക്കാനേ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിലേക്ക് എന്ത് ചെയ്യാണ്, നമ്മളെ പിസ്ത സ്പ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള പിസ്ത സ്പ്രെഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ അതിങ്ങനെ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും കേട്ടോ. ഒന്നിച്ച് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓവറായിട്ട് ഈ ഒരു നമ്മൾ സ്പ്രെഡ് ഇട്ട് കൊടുത്താൽ ഓവർ മധുരമാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് മധുരവും കാര്യങ്ങളൊക്കെ കറക്റ്റ് നോക്കിയിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അതിന് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും കൂടിയിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലൊരു മോൾഡ് എടുക്കാം. ഇങ്ങനത്തെ ഒരു മോൾഡിലാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മിനിയും അതുപോലെ തന്നെ എല്ലാം ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മളിതാ ഒരു 2-3 ടീസ്പൂൺ ഇതുപോലെ ചോക്ലേറ്റ് എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതായത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് നമ്മുടെ ആ ഒരു കുനാഫയുടെ മിക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിയിലേക്ക് ഇറങ്ങിപ്പോവും. അങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ആകെ മിക്സ് ആയിട്ട് വരും കേട്ടോ. നമുക്ക് 3 ലെയറായിട്ടാണ് ഇത് വേണ്ടത്. ഫസ്റ്റത്തെ ലെയർ ഇതുപോലെ ഇങ്ങനെ ചോക്ലേറ്റ് നമ്മൾ അടിയിൽ ജസ്റ്റ് ബേസ് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുനാഫഡോ, അതിൻ്റെ മേളിൽ പിന്നെയും ചോക്ലേറ്റ്, അങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്നാലാണ് നമുക്ക് അങ്ങനെ പൊട്ടിക്കുമ്പോഴൊക്കെ ഉള്ളിലിങ്ങനെ കുനാഫ വന്നിട്ട് അങ്ങനെ സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതാ ഇതുപോലെ നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കയ്യിലൊന്നും പിടിക്കാത്ത രീതിക്ക് അങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇതുപോലെ എല്ലാത്തിലും കുനാഫയുടെ ആ ഒരു മിക്സ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ മിനി ബാൾസ് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പക്ഷെ അതൊന്നും എൻ്റെ അടുത്ത് ആകെ ഒരൊറ്റ മോൾഡേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനതിൽ 2 വട്ടമായിട്ടാണ് ഉണ്ടാക്കിയത്. ഫസ്റ്റത്തെ വട്ടം ഉണ്ടാക്കിയിട്ട് അത് ഡീമോൾഡ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് രണ്ടാമത് ഉണ്ടാക്കിയിട്ട് ഡീമോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റത്തെ 1-2 കഴിച്ചിട്ടുണ്ടായിരുന്നു അവർ കേട്ടോ. അതിൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, കഴിക്കാനായിട്ടും അടിപൊളിയാണ്. പിന്നെ നല്ല കാണാനും നല്ല ഭംഗിയാണ്. ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ വേണ്ടില്ല, ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഗ്രീൻ കളറിൽ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ചോക്ലേറ്റ് ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ടും കഴിക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.